Hi students, in this video we are going to discuss the next topic, that is strictness and lazy evaluation. Okay, so we are going to discuss the concept of strictness and lazy evaluation. Okay, so actually the evaluation order can have an effect not only on the execution speed but also on the correctness of the program. Okay, അപ്പം ജസ്റ്റ് എക്സിക്യൂഷൻ സ്പീഡ് വെച്ചുകൊണ്ട് മാത്രമായിരിക്കത്തില്ല നമ്മൾ നോക്കുന്നത്. ഒരു പ്രോഗ്രാമിൻ്റെ കറക്റ്റ്നെസ്സിനും എന്തിന് ഇഫക്റ്റ് ഉണ്ടാകും? നമ്മുടെ ഇവാലുവേഷൻ ഓർഡറിന് എഫക്റ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ ഹൗ വി വിൽ ഇവാലുവേറ്റ് ഇറ്റ്, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ദർ ആർ ടു കാറ്റഗറി ഓഫ് ഇവാലുവേഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദ സ്ട്രിക്റ്റ് ഇവാലുവേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ നോൺ സ്ട്രിക്റ്റ് ഇവാലുവേഷൻ. Okay, so the evaluation order എന്ന് പറയുന്നത് it depends not only on the execution speed but also on the correctness of the program. So there are two classes of evaluation strategy. First one is the strict evaluation and second one is the non-strict evaluation. Okay, so evaluation can be either strict evaluation or non-strict evaluation. Lazy evaluation is one of the non-strict evaluation. Non-strict evaluation otherwise termed as lazy evaluation. ഓക്കെ, അപ്പം നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് ആയിരിക്കും. ഫങ്ഷൻസിനകത്ത് എക്സ്പ്രഷനായിട്ടായിരിക്കും എഴുതുന്നത്. ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഇറ്റ് ക്യാൻ ബി ഐദർ സ്ട്രിക്റ്റ് ഇവാലുവേഷൻ ഓർ നോൺ സ്ട്രിക്റ്റ് ഇവാലുവേഷൻ. ദാറ്റ് നോൺ സ്ട്രിക്റ്റ് ഇവാലുവേഷൻ ഇസ് ഓൾസോ ടേംഡ് ആസ് ലേസി ഇവാലുവേഷൻ. സ്ട്രിക്റ്റ് ഇവാലുവേഷൻ മീൻസ് എന്തെന്ന് വെച്ചാൽ എ ഫങ്ഷൻ ഈസ് ഓൺലി ഇവാലുവേറ്റഡ് ആഫ്റ്റർ ഇറ്റ്സ് ആർഗ്യുമെൻറ്റ്സ് ഹാവ് ബീൻ ഇവാലുവേറ്റഡ്. ഒരു എക്സ്പ്രഷൻ്റെ ഇവാലുവേഷൻ സ്ട്രിക്റ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ്റെ ഇവാലുവേഷൻ സ്ട്രിക്റ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫങ്ഷനകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യും, ദെൻ ഓൺലി വി വിൽ ഇവാലുവേറ്റ് എ ഫങ്ഷൻ. Okay, so strict evaluation means a function is only evaluated after its arguments have been evaluated. Once the argument of a function is evaluated, then only we will evaluate that particular function. Such evaluation is termed as strict evaluation. Lazy evaluation means what? Arguments evaluation happens only when arguments are needed. ഓക്കെ, ലേസി ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യത്തില്ല. എപ്പോഴാണോ ആ ആർഗ്യുമെൻറ്റ്സിനെ നമുക്ക് വേണ്ടി വരുന്നത്, വെൻ ദാറ്റ് പെർട്ടിക്കുലർ ആർഗ്യുമെൻറ്റ് ഈസ് നീഡഡ്, ആ ടൈമിൽ മാത്രം ആ ആർഗ്യുമെൻറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ടേംഡ് ആസ് ലേസി ഇവാലുവേഷൻ. ഓക്കെ, സോ ഇവാലുവേഷൻ ഓർഡർ ക്യാൻ ബി ഐദർ സ്ട്രിക്റ്റ് ഓർ ലേസി. Evaluation can be categorized into two, strict or non-strict. Strict means what? An function is said to be strictly evaluated. It means that all its arguments will be evaluated before evaluating that particular function. Lazy evaluation means what? A particular argument is evaluated only when it is actually needed. Okay, so the subcomponent of many expressions can be evaluated in more than one order. ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. മെയിൻലി ടു ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് ദി ആപ്ലിക്കേറ്റീവ് ഓർഡർ ഇവാലുവേഷൻ, സെക്കൻഡ് വൺ ഇസ് ദി നോർമൽ ഓർഡർ ഇവാലുവേഷൻ. ആപ്ലിക്കേറ്റീവ് ഓർഡർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ഇവാലുവേറ്റ് ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് ബിഫോർ പാസിംഗ് ദം ടു എ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് ടേംഡ് ആസ് ആപ്ലിക്കേറ്റീവ് ഓർഡർ. എന്ന് വെച്ചാൽ സിമിലർ ടു സ്ട്രിക്റ്റ്. If you evaluate the function arguments before passing them to a function, അപ്പം ഒരു ഫംഗ്ഷനകത്തുള്ള ആർഗ്യുമെൻറ്റ്സിനെ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് ആപ്ലിക്കേറ്റീവ് ഓർഡർ ഇവാലുവേഷൻ. നോർമൽ ഓർഡർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു പാസ് ദ ആർഗ്യുമെൻറ്റ്സ് അൺഇവാലുവേറ്റഡ് ടു ദി ഫംഗ്ഷൻ, എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഫംഗ്ഷനകത്തോട്ട് അൺഇവാലുവേറ്റ് ചെയ്താണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സിനെ പാസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് നോർമൽ ഓർഡർ. എന്ന് വെച്ചാൽ ലേസി ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വലൻ ടു നോർമൽ ഓർഡറാണ്. ഓക്കെ, സോ ആപ്ലിക്കേറ്റീവ് ഓർഡറും ഉണ്ട്, നോർമൽ ഓർഡറും ഉണ്ട്. ആപ്ലിക്കേറ്റീവ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ ദാറ്റ് കേസ് ഇറ്റ് മേ ഫോളോസ് സ്ട്രിക്റ്റ് വാല്യുവേഷൻ. സ്ട്രിക്റ്റ് വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ initially evaluate all the arguments of a function, then only we will evaluate that particular function. Normal order means what? Normal order means we will evaluate only the arguments when it is needed. Argumentsനെ വേണ്ടപ്പോൾ മാത്രം നമ്മളിതിനെ ഇവാലുവേറ്റ് ചെയ്യും, അതുവരെ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ കീപ് ഇറ്റ് ആസ് അൺടച്ച്ഡ്. അപ്പം ആപ്ലിക്കേറ്റീവ് ഓർഡർ എപ്പോഴും ഫോളോ ചെയ്യുന്നത് സ്ട്രിക്റ്റ് ഇവാലുവേഷൻ ആയിരിക്കും. നോർമൽ ഓർഡർ എപ്പോഴും ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? ലേസി ഇവാലുവേഷൻ ആയിരിക്കും. ഓക്കെ, സോ നോർമൽ ഓർഡർ ഇവാലുവേഷൻ ഇസ് എസെൻഷ്യലി ലേസി ഇവാലുവേഷൻ. സ്കീം യൂസസ് ആപ്ലിക്കേറ്റീവ് ഓർഡർ ഇൻ മോസ്റ്റ് കേസസ്. നമ്മുടെ സ്കീം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? ആപ്ലിക്കേറ്റീവ് ഓർഡർ ആയിരിക്കും മെയിൻലി യൂസ് ചെയ്യുന്നത്.
ഓക്കെ. ഇപ്പോൾ സ്കീം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെയിൻലി യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേറ്റീവ് ഓർഡർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേറ്റീവ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഫോളോസ് ദി സ്ട്രിക്റ്റ് ഇവാലുവേഷൻ. മീൻസ് ഒരു ഫംഗ്ഷനകത്ത് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ ആർഗ്യുമെൻറ്റ്സിനെ ആദ്യമേ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫംഗ്ഷനെ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഡബിൾ ലാംഡ എക്സ് പ്ലസ് എക്സ് എക്സ്. ഓക്കെ. അപ്പോൾ ഇവിടെ ആക്ച്വലി ചെയ്യുന്നത് എന്താണ്, ഞാൻ പ്ലസ് അല്ല, ആക്ച്വലി ഇവിടെ സ്റ്റാർ ആണ് കേട്ടോ. ഇതൊരു മൾട്ടിപ്ലിക്കേഷനാണ്. ലാംഡ എക്സ് സ്റ്റാർ എക്സ് എക്സ് എന്നാണ്. ഡബിൾ എന്ന് വെച്ചാൽ ഞാൻ ഡബിൾ ചെയ്യുകയാണ്. ഓക്കെ. അല്ലെങ്കിൽ സ്ക്വയർ കാണുകയാണ് ഇവിടെ ആക്ച്വലി ചെയ്യുന്നത്. അപ്പം ഇവിടെ ഡിഫൈൻ ഡബിൾ ലാംഡ എക്സ് എക്സ് എന്ന് വെച്ചാൽ ആദ്യമേ ഞാനൊരു ഇവിടെ ആക്ച്വലി രണ്ട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ആദ്യമേ ചെയ്യുന്നത് ആദ്യത്തെ ഒരു നെയിംലെസ് ഫങ്ഷനാണ്, അതുകൊണ്ടാണ് ലാംഡ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യമേ ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ് മൾട്ടിപ്ലിക്കേഷനാണ്, എക്സ് ഇൻറ്റു എക്സ് ഞാൻ കാണും. അതിനുശേഷം ആ കിട്ടുന്ന റിസൾട്ടിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഡബിൾ ചെയ്യുകയാണ്. ആ ഡബിൾ എന്ന് പറഞ്ഞ ടേം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഡിഫൈൻ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ ആക്ച്വലി രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇന്നർ ലൂപ്പിൽ ചെയ്യുന്നത് ഞാൻ സ്ക്വയർ ആണ് കാണുന്നത്. എക്സ് എന്ന് പറഞ്ഞൊരു ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, അതിൻ്റെ സ്ക്വയർ ഞാൻ കാണുന്നു. ഇത് പ്ലസ് അല്ല, മൾട്ടിപ്ലിക്കേഷനാണ്. കാരണം ഈ എക്സാമ്പിൾ താഴെ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പം സ്റ്റാർ എക്സ് എക്സ്. ഇനി ആ കിട്ടുന്ന റിസൾട്ടിനെ എന്ത് ചെയ്യണം, എനിക്ക് ഡബിൾ ചെയ്യണം. അതാണ് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഐ ഹാവ് ടു പെർഫോം. അപ്പം ഞാൻ ഈ എക്സാമ്പിളിനെ ഹൗ വി വിൽ ഇവാലുവേറ്റ് ഇറ്റ് ഇൻ ആപ്ലിക്കേറ്റീവ് ഓർഡർ ആൻഡ് നോർമൽ ഓർഡർ എന്നാണ് ഈ കാണിക്കുന്നത്. ഇനി ആപ്ലിക്കേറ്റീവ് ഓർഡർ ആണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിരിക്കുന്നതാണ്ടേ, ഡബിൾ സ്റ്റാർ 3 4 ഡബിൾ സ്റ്റാർ 3 4. ഡബിൾ സ്റ്റാർ 3 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ എനിക്ക് എന്ത് ചെയ്യണം, 3 സ്റ്റാർ 4 കാണണം, ദെൻ അതിനെ ഡബിൾ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേറ്റീവ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യമേ ഫംഗ്ഷനകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ദെൻ ഓൺലി വി ഹാവ് ടു പെർഫോം ദി ഫംഗ്ഷൻ. ഓക്കെ. അപ്പോൾ ഈ ഡബിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ആദ്യമേ എന്ത് ചെയ്യണം, ആ ഡബിളിനകത്തുള്ള വാല്യൂസ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഡബിൾ സ്റ്റാർ 3 4 എന്നല്ലേ. അപ്പം ആദ്യമേ ഇത് ചെയ്യുക, ദാറ്റ് ഈസ് 3 സ്റ്റാർ 4 ചെയ്യുക. കാരണം ഈ ഡബിളിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആണ് സ്റ്റാറും 3ഉം 4ഉം. സോ ആദ്യമേ നമ്മൾ ഈ ആർഗ്യുമെൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യുക. അതെന്ന് വെച്ചാൽ ആദ്യമേ 3 സ്റ്റാർ 4 കാണാം 12. ഇനി അതിനെ എന്ത് ചെയ്യുക, ഡബിൾ ചെയ്യുക, ദാറ്റ് ഈസ് ഡബിൾ 12. ഡബിൾ 12 എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലസ് 12 12, ദാറ്റ് ഈസ് 24. ഇതാണ് ആപ്ലിക്കേറ്റീവ് ഓർഡർ. നോർമൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ലാസ്റ്റ് ആ ഡബിൾ ചെയ്യുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യും, ഇതിങ്ങനെ എന്ത് ചെയ്യും, ആർഗ്യുമെൻറ്റ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമേ ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഉള്ളതിനെ രണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഡബിൾ ഓഫ് സ്റ്റാർ 3 4 നമ്മൾ കണ്ടത്. അപ്പം ഡബിൾ എന്ന് പറഞ്ഞാൽ പ്ലസ് ആരെയൊക്കെയാണ്, ഈ 3 സ്റ്റാർ 4നെ ഡബിൾ ചെയ്യുക. അപ്പം 3 സ്റ്റാർ 4 3 സ്റ്റാർ 4 രണ്ട് പ്രാവശ്യം എഴുതി. ഓക്കെ. ഇനി ആദ്യം ഇത് ഇവാലുവേറ്റ് ചെയ്യും. 3 സ്റ്റാർ 4 12. എന്നിട്ട് ഇത് വീണ്ടും ഞാൻ അതേ കണക്ക് കെപ്റ്റ് ചെയ്തു. എഗെയിൻ ഈ 12 അതേ കണക്ക് എഴുതി. എഗെയിൻ ഇവിടെ 3 സ്റ്റാർ 4 12. ഇനി 12 പ്ലസ് 12 24. ഓക്കെ. ലാസ്റ്റ് മൊമെൻറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ പാരാന്തസിസിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ ഈ കേസിൽ അങ്ങനല്ല. ഓക്കെ. ഈ എക്സാമ്പിൾ നല്ലതുപോലെ മനസ്സിലാക്കുക. ജസ്റ്റ് ഗോ ത്രൂ എഗെയിൻ ആൻഡ് എഗെയിൻ. ഓക്കെ. സോ ആപ്ലിക്കേറ്റീവ് ഓർഡർ ആൻഡ് നോർമൽ ഓർഡർ ഇവാലുവേഷൻ. സ്കീം ലാംഗ്വേജ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്, ആപ്ലിക്കേറ്റീവ് ഓർഡറാണ്. സ്ട്രിക്റ്റ് ആൻഡ് നോൺ സ്ട്രിക്റ്റ് ലാംഗ്വേജസ്. A language is said to be strict if it is defined in such a way that functions are always strict. ഒരു ലാംഗ്വേജ് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ആ ലാംഗ്വേജ് യൂസ് ചെയ്ത് എഴുതിയിരിക്കുന്ന കംപ്ലീറ്റ് ഫംഗ്ഷൻസും ഏത് ഓർഡർ ആയിരിക്കണം ഫോളോ ചെയ്യുന്നത്, സ്ട്രിക്റ്റ് ആയിരിക്കണം ഫോളോ ചെയ്യുന്നത്. ഓക്കെ. എ ലാംഗ്വേജ് ഇസ് സെറ്റ് ടു ബി നോൺ സ്ട്രിക്റ്റ് ഇഫ് ഇറ്റ് പെർമിറ്റ് ദ ഡെഫിനിഷൻ ഓഫ് നോൺ സ്ട്രിക്റ്റ് ഫംഗ്ഷൻസ്. ഓക്കെ. സ്ട്രിക്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഫംഗ്ഷൻ ഹൂസ് ആർഗ്യുമെൻറ്റ്സ് ആർ ഇവാലുവേറ്റഡ് ഫസ്റ്റ്, ദെൻ ഓൺലി വി വിൽ ഇവാലുവേറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ. ഓക്കെ. If a language always execute expression in applicative order, then every function is guaranteed to be strict. ഒരു ലാംഗ്വേജിൽ എല്ലാ എക്സ്പ്രഷൻസും ആപ്ലിക്കേറ്റീവ് ഓർഡറിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനകത്ത് ഫങ്ഷൻസ് എല്ലാം എന്താണെന്ന് പറയാം, സ്ട്രിക്റ്റ് ആണെന്ന് പറയാം. ബിക്കോസ് വെൻ എവർ ആൻ ആർഗ്യുമെൻറ്റ് ഈസ് അൺഡിഫൈൻഡ് ഇറ്റ് ഇവാലുവേറ്റ്സ് ഫെയിൽ. എ നോൺ സ്ട്രിക്റ്റ് ലാംഗ്വേജ് കനോട്ട് യൂസ് ആപ്ലിക്കേറ്റീവ് ഓർഡർ. നോൺ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജിന് ഒരിക്കലും എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, ആപ്ലിക്കേറ്റീവ് ഓർഡർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജസിന് മാത്രമേ എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ആപ്ലിക്കേറ്റീവ് ഓർഡർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആപ്ലിക്കേറ്റീവ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, വി വിൽ ഇനിഷ്യലി ഇവാലുവേറ്റ് ദി ആർഗ്യുമെൻറ്റ്സ്, ദെൻ ഓൺലി വി വിൽ ഇവാലുവേറ്റ് ദി ഫങ്ഷൻസ്. ഓക്കെ.
ML and Scheme are strict, Miranda and Haskell are non-strict languages. Lazy evaluation is one non-strict evaluation strategy. Lazy evaluation എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ്സ് അനദർ ടേം ഓഫ് നോൺ-സ്ട്രിക്റ്റ് ഇവാലുവേഷൻ വിച്ച് ഹോൾഡ് ദ ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ അണ്ടിൽ ഇറ്റ്സ് വാല്യൂസ് നീഡ്. നമ്മൾ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. എപ്പോഴാണോ നമുക്ക് ആ വാല്യൂ വേണ്ടുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, അത് ഹോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇറ്റ് അലോസ് റിപ്പീറ്റഡ് ഇവാലുവേഷൻ അല്ലേ. ആക്ച്വലി ഇത് ഉണ്ടോ, ആപ്ലിക്കേറ്റീവ് ഓർഡർ വളരെ പെട്ടെന്ന് തരുന്നു, പക്ഷേ നോർമൽ ഓർഡർ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഇവിടെ നമ്മൾ ഒരു 3 star 4 ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ നമ്മൾ 3 star 4 എഗെയിൻ 3 star 4 റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ സെയിം ഓപ്പറേഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് അലോസ് റിപ്പീറ്റഡ് ഇവാലുവേഷൻ. ഇറ്റ് അലോസ് ദ ലാംഗ്വേജ് റൺ ടൈം ടു ഡിസ്കാർഡ് സബ് എക്സ്പ്രഷൻ ദാറ്റ് ആർ നോട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദി ഫൈനൽ റിസൾട്ട് ഓഫ് ദി എക്സ്പ്രഷൻസ്. It reduces the time complexity of an algorithm by discarding the temporary computation and conditions. It is best suited for loading data which will be infrequently accessed. Lazy evaluation is used for all arguments in Miranda and Haskell. It is available in Scheme through explicit use of delay and force. Delay അതാണ് ഫോഴ്സ്. ഇങ്ങനത്തെ രണ്ട് കൺസ്ട്രക്റ്റ് വെച്ചും കൊണ്ടാണ് എന്ത് നമ്മുടെ ലേസി ഇവാലുവേഷൻ എവിടെ പോസിബിൾ ആക്കുന്നത്, സ്കീം എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, what is delay and force? Delay and force construct allow us to use lazy evaluation scheme. സ്കീമിനകത്തപ്പോൾ ലേസി ഇവാലുവേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കൺസ്ട്രക്റ്റാണ് ഡിലേ ആൻഡ് ഫോഴ്സ്. ബൈ ഡിഫോൾട്ട് സ്കീമിലെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞത് എന്തായിരിക്കും, ആപ്ലിക്കേറ്റീവ് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ലേസി ആക്കണമെങ്കിൽ വി ക്യാൻ യൂസ് ദീസ് 2 terms, ദാറ്റ് ഇസ് ഡിലേ ആൻഡ് ഫോഴ്സ്. ഓക്കെ, ആക്ച്വലി ഇനി ഡിലേ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിലേ യൂസ് ചെയ്തേക്കുന്നുണ്ടോ. ഡിലേ ഈസ് ആക്ച്വലി യൂസ് ടു ബൈൻഡ് ആൻ എക്സ്പ്രഷൻ ടു എ നെയിം. ഈ ഒരു എക്സ്പ്രഷനെ ഒരു നെയിം, ദാറ്റ് ഈസ് ഇവിടെ എയിലോട്ട് ഈ വാല്യൂ അസൈൻ ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്, എ ഈക്വൽ ടു A+10 ആണ് ചെയ്യുന്നത്. അപ്പോൾ എയിലോട്ട് ഒരു വാല്യൂ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിലേ യൂസ് ചെയ്യുന്നത്. ഡിലേ ബൈൻഡ് ആൻ എക്സ്പ്രഷൻ ടു എ നെയിം. ആൻഡ് ഫോഴ്സ് ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഫോഴ്സ് കൊടുത്തേക്കുന്നുണ്ട്. ഫോഴ്സസ് ദ ഇവാലുവേഷൻ ഓഫ് ദാറ്റ് എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി എന്ത് ചെയ്യാണ്, ഇവാലുവേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയാണ്, ബൈൻഡിങ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിലേ എന്ന് പറഞ്ഞ വേർഡ് കൊടുക്കുന്നത്. എന്താണ് ഇനി എക്സ്പ്രഷൻ ഇവാലുവേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏത് ടേം കൊടുക്കുന്നത്, ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, so some of the problems with lazy evaluation. The principal problem with lazy evaluation is its behavior in the presence of side effects. സൈഡ് എഫക്റ്റ് വരുമ്പോൾ ആക്ച്വലി സൈഡ് എഫക്റ്റ് വരില്ല എന്ന് പറഞ്ഞാലും ദർ മേ ബി പോസിബിലിറ്റി ഫോർ സൈഡ് എഫക്ട്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോഴത്തേക്കുള്ള അവരുടെ മിസ്ബിഹേവിയർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ പ്രോബ്ലം ഓഫ് ലേസി ഇവാലുവേഷൻ. ഇഫ് ആൻ ആർഗ്യുമെൻറ്റ് കണ്ടെയ്ൻസ് എ റെഫറൻസ് ടു എ വേരിയബിൾ ദാറ്റ് മേ ബി മോഡിഫൈഡ് ബൈ ആൻ അസൈൻമെൻറ്റ്, then the value of the argument will depend on whether it is evaluated before or after the assignment. ഇപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എ റെഫറൻസ്, ഒരു വേരിയബിളിലോട്ടുള്ള റെഫറൻസ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് വെദർ ദാറ്റ് ആർഗ്യുമെൻറ്റ് ഈസ് ഇവാലുവേറ്റഡ് ബിഫോർ ഓർ ആഫ്റ്റർ. If the argument contains an assignment, value elsewhere in the program may depend on when evaluation occurs. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഇതൊരു എക്സാമ്പിൾ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ ഒരു ടോപ്പിക്കിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ തന്നിട്ട് നിങ്ങൾക്ക് പറയും പെർഫോം ആപ്ലിക്കേറ്റീവ് ഓർഡർ ആൻഡ് നോർമൽ ഓർഡർ ഇവാലുവേഷൻ. ഓക്കെ, അപ്പം ജസ്റ്റ് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കുക. എൻ്റെ എക്സാമ്പിളിനകത്ത് ഞാൻ ഡബിൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഡബിൾ എന്ന് പറയുന്നത് ഡബിൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സിൻ്റെ കൂടെ എക്സ് കൂട്ടുക. ആവറേജ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, x+y ഡിവൈഡഡ് ബൈ 2. ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചിരുന്നുള്ളൂ. ഓക്കെ, ഇനി മൈ കോഡ് ഇസ് ദിസ്, ഇതാണ് എൻ്റെ കോഡ്. ടു അവോയ്ഡ് കൺഫ്യൂഷൻസ് അബൌട്ട് ഇൻഫിക്സ് നൊട്ടേഷൻ ലെറ്റ് റീഎക്സ്പ്രസ് ദിസ് ആസ്. അപ്പം എന്ത് ചെയ്യുകയാണ് നമ്മൾ, ഇവിടെ ഇൻഫിക്സ് അല്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ റീറൈറ്റ് ചെയ്തേക്കും. ഡബിൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് XX. സ്കീമിൽ ആക്ച്വലി എന്താണ് പ്രിഫിക്സ് നൊട്ടേഷൻ. അപ്പോൾ അത് അതേ കണക്ക് കാണിച്ചിരിക്കുകയാണ്. ഡബിൾ എക്സ് എന്ന് പറയുന്നത് പ്ലസ് XX. ആവറേജ് XY എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവൈഡ് ദെൻ പ്ലസ് XY ബൈ 2. അത് എന്നുവെച്ചാൽ ആദ്യമേ x+y ചെയ്യുക, അതിന് എന്ത് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് ഇങ്ങനെ എഴുതിയേക്കുന്നത്. ദാറ്റ് ഈസ് ഇത് തന്നെ, ഇതിനെ എന്താണ് പ്രിഫിക്സ് ആക്കി എഴുതിയേക്കുന്നു. ദെൻ ഏറ്റവും ലാസ്റ്റ് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ആവറേജ്. രണ്ട് നമ്പറിൻ്റെ ആവറേജ് കണ്ട് ഡബിൾ ചെയ്യുക. അതാണ് എൻ്റെ ആക്ച്വൽ എക്സ്പ്രഷൻ.
ആക്ച്വൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ആവറേജ് ഓഫ് 2, 4. ദാറ്റ് മീൻസ് ഇനിഷ്യലി വി ഹാവ് ടു ഫൈൻഡ് ആവറേജ് ഓഫ് 2, 4, ദെൻ കിട്ടുന്ന റിസൾട്ടിനെ ഡബിൾ ചെയ്യുക. അപ്പോൾ ആവറേജ് ഓഫ് 2, 4 എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കൺട്രോൾ ഇനി ഇങ്ങോട്ട് വരുന്നു. ആവറേജ് കണ്ടു കഴിഞ്ഞ് പിന്നെ എന്താണ് ഡബിൾ ചെയ്യണം. അപ്പോൾ ഡബിൾ നിന്ന് കൺട്രോൾ ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, അപ്പം നമ്മൾ നോക്കാൻ പോകണം ഹൗ ദിസ് എക്സ്പ്രഷൻ ഇസ് ഇവാലുവേറ്റഡ്. ഓക്കെ, അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ